എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറി കിട്ടാനും അകാല നരയൊക്കെ മാറി കിട്ടാനും നെറ്റുകളില്ല അതൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ പറ്റിയ ഒരു അടിപൊളി കരിഞ്ചീരകം വെച്ചുള്ള സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി നമ്മൾ തലമുടിയിലല്ല തലയോട്ടിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നന്നായിട്ട് വളരും. ആ വളരുന്ന മുടിക്ക് നല്ല കറുപ്പുണ്ടാവും, നല്ല ബലം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് എങ്ങനെ ചെയ്യണം നോക്കിയാലോ. കരിഞ്ചീരകം മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അത് ഇരുമ്പ് ചട്ടിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ടിപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ടിപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്കിതിൽ കരിഞ്ചീരകം മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ ഇരുമ്പ് ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിൽ നമുക്ക് ആവശ്യമുള്ള കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 2.5 സ്പൂൺ അളവിലുള്ള കരിഞ്ചീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കരിയരുത്, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ചൂടായതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല പൗഡർ പോലെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കങ്ങനെ പൗഡർ പോലെ ഒന്നും കിട്ടിയില്ല. എനിക്ക് ചെറിയ ചെറിയ തരികളൊക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത കരിഞ്ചീരകവും വെള്ളമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊക്കെ പറ്റി നന്നായിട്ടൊന്ന് കുറുക്കി കിട്ടണേ. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇരുമ്പ് ചട്ടി എടുത്തത് കൊണ്ട് അതിൻ്റെ ചൂടും കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുറുക്കി കിട്ടും. അപ്പോൾ ഒരുപാട് അങ്ങ് കുറുകണ്ട, ഇതേപോലെ മതിയേ. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സ് ചെയ്യണ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എങ്ങനെ തേക്കണേ നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തലമുടി നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണ, നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ ആ എണ്ണ തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് കൊടുക്കേണ്ടത്. എവിടെയൊക്കെയാണോ മുടി ഇല്ലാത്ത അവിടെയൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ഈ നെറ്റുകളിലൊക്കെ ഇവിടെയൊക്കെ മുടി കുറവാണെങ്കിൽ അവിടെ നമുക്ക് തേച്ച് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നോക്കി ഒരു ലൈറ്റ് ഒരു കളർ കണ്ടില്ല കരിഞ്ചീരകത്തിൻ്റെ കേട്ടോ. പിന്നെ ഒരു എണ്ണമയുണ്ട്. കണ്ടോ, ഒരു എണ്ണമയം കണ്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ അധികം തേച്ച് കൊടുക്കണതാ എൻ്റെ ഈ ഇവിടെയാണ്, നെറ്റിയുടെ ഈ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ തലയോട്ടിലൊക്കെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അകാല നരയൊക്കെ മാറി കിട്ടാൻ നല്ലതാണ്. മുടി കൊഴിച്ചിലുണ്ടെങ്കിലൊക്കെ മാറി കിട്ടും. മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും നല്ലതാണ്. ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം താളി ഉപയോഗിച്ച് തലമുടി കഴുകുക. എല്ലാ ദിവസവും ചെയ്യണം. ഒറ്റ ദിവസം കൊണ്ട് മാത്രം ചെയ്തിട്ട് ഒരു റിസൾട്ടും കിട്ടത്തില്ല. എല്ലാ ദിവസവും ചെയ്യണം. അപ്പോൾ നെറ്റിയുടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല. നമുക്ക് അങ്ങ് തേച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റ് നമുക്ക് കഴുകിക്കളയാം. പക്ഷേ മുടിയുടെ അകത്തൊക്കെ ആണെങ്കിൽ മുടി ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് എവിടെയാണ് മുടി കുറവുള്ള അവിടെ തേച്ച് കൊടുക്കുക. പിന്നെ അകാല നര, അതായത് മുടി ഏറ്റവും കൂടുതൽ ഈ സൈഡായിരിക്കും നരയ്ക്കണത്. അപ്പോൾ ആ സൈഡിൽ മുടി വകച്ചിലെടുത്തിട്ട് തലയോട്ടിൽ തേച്ച് കൊടുക്കണം. ചിലപ്പം മുടിയുടെ പുറകുവശമായിരിക്കും നരയ്ക്കുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ തേച്ച് കൊടുക്കുക. എല്ലാ ദിവസവും ചെയ്യണം. എല്ലാ ദിവസവും ചെയ്തെങ്കിലാണ് നല്ല മാറ്റം ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ കേട്ടോ. 3 ദിവസം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം കേടായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ധൈര്യമായിട്ട് തേക്കാം. അപ്പോൾ ഡെയിലി തേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും പ്രശ്നമില്ല, പേടിക്കണ്ടല്ലോ, കേടായി പോവോ അങ്ങനെ പേടിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കരിഞ്ചീരകം എടുത്ത് നന്നായിട്ട് അങ്ങ് വറുത്തിട്ട് പൊടിച്ച് ടിന്നിലേക്ക് മാറ്റി വെക്കാം. ചൂടോടെ മാറ്റി വെക്കരുത്, തണുത്ത് കഴിയുമ്പം ടിന്നിലേക്ക് മാറ്റി വെക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും തേക്കണമല്ലോ. അപ്പം കുറച്ച് എടുക്കുക. 1 സ്പൂണോ 1.5 സ്പൂണോ അളവിലെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തിട്ട് ആ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കിട്ടുമല്ലോ, അത് നമ്മുടെ തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുക്കുക. അങ്ങനെ തേക്കുമ്പോൾ നമുക്ക് ബാലൻസ് വരില്ല.
അപ്പം അല്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ളം വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. എനിക്കിത് 2 ദിവസത്തേക്ക് ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ തേക്കുക. അപ്പോൾ തേക്കാൻ നേരത്ത് വെള്ളം പറ്റാതെ മൂടി വയ്ക്കണം. ചില നമ്മളിങ്ങനെ ചൂടോടെ തന്നെ പാത്രമൊക്കെ മൂടി വെക്കുമ്പോൾ അതിൻ്റെ ആവി കൊണ്ട് അതിൽ വെള്ളം ഇതിൽ വീണ് കേടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അങ്ങനെ കേടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ലത് എല്ലാ ദിവസവും തേക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനത് ഇരുമ്പ് ചട്ടിയിലാണ് തയ്യാറാക്കിയിരുന്നത്. അപ്പം ഇതിൻ്റെ കളർ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ഒരു കളർ തന്നെ, കറുത്ത കളർ തന്നെയാണ്. നമ്മളെല്ലാ ദിവസവും ഇതേപോലെ തേക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ മുടിക്ക് നല്ല ഒരു കരുത്തും ബലവും മുടി നന്നായിട്ട് കറുപ്പൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസായിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ.